അരുന്ധതി, നീ മോഷ്ടാവിനെ പോലെ എവിടെ പോവാണ്? അവിടെ രാജ്യസഭയിൽ എത്ര വലിയ കാര്യമാണ് നടക്കുന്നത്. എന്നാൽ നീ രൂപവതി എവിടെ? എന്താ നീ അവളെ വീണ്ടും തനിച്ചു വിട്ടിട്ട് പോന്നതാണോ? അല്ല, ഇങ്ങനെ തലയാട്ടിട്ട് എന്താ കാര്യം? നീ നിന്റെ മുഖം മറച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ്? പറയൂ, നിന്റെ മുഖം കാണാൻ. നാം ഒരല്പം തിടുക്കത്തിലാണ്. നാം എത്ര വേഗം തിരികെ എത്തുന്നതാണ്. ചേടാ, ഇതെന്തു പറ്റി? അവക്കിതെന്താ പറ്റിയത്? എന്തൊരു നാശോ ഇത്. അവളെ അനൽ രാജ്യത്തിന്റെ രാജമാതാവിനെ കാണുന്നില്ലല്ലോ. രാക്ഷസ, വളരെയധികം കഷ്ടതയിലാണ് റാണി. വളരെയധികം നീണ്ടൊരു യാത്ര ചെയ്തത് കാരണം ചിലപ്പോൾ മാതാവ് ഒരല്പം കൂടുതൽ ക്ഷീണിതയായിരിക്കും. ഇതെന്താണ്? അല്ല, രാജ്യവൈദ്യനെ ആരുടെയെങ്കിലും ഒപ്പം നാം പറഞ്ഞയക്കണോ? നമ്മോട് ക്ഷമിച്ചാലും എന്തായാലും നമുക്കിപ്പോൾ ഈ മത്സരം നടക്കുന്ന മൈതാനത്തിൽ സാന്നിധ്യം അറിയിക്കാൻ കഴിയില്ല. ഓ, അങ്ങനെയെങ്കിൽ രാജകുമാരൻ ഏകനായി? ആ കാര്യത്തെക്കുറിച്ച് അവിടുന്ന് ആശങ്കപ്പെടേണ്ട. നമ്മുടെ കുമാരൻ തികച്ചും യോഗ്യനാണ്. അവൻ നമ്മുടെ ആശീർവാദം കൊണ്ട് തന്നെ വിജയിക്കുന്നതാണ്. നിന്റെ യാഥാർത്ഥ്യം ആരുടെയും മുമ്പിൽ വെളിപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. നാം ഈ സന്ദർഭത്തിൽ തന്നെ നമ്മുടെ ജോലിയും പൂർത്തീകരിക്കുന്നതാണ്. പരമാക്ഷി, രാജകുമാരന്മാർക്കെല്ലാം തിലകം ചാർത്തി കഴിഞ്ഞോ? എങ്കിലിപ്പോൾ നമ്മൾ മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. തീർച്ചയായും. രാജകുമാരന്മാർ വന്നുകൊള്ളൂ. വന്നാലോ? ഈ മത്സരങ്ങളിൽ വിജയിക്കുന്നത് ഏത് കുമാരനായാലും അവൻ നമ്മുടെ രൂപവതിക്ക് യോഗ്യനായി തീരുന്നതാണ്. കേൾക്കൂ രാജവൈദ്യൻ, അഥവാ നമുക്കൊരു വിധത്തിലും രാജാവിന്റെ അറയിൽ പ്രവേശിക്കാൻ സാധിച്ചില്ലെങ്കിൽ തുടർന്ന് അവിടുന്ന് നമുക്ക് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യേണ്ടതാണ്. നാമോ? അതെ, അങ്ങ് തന്നെ. കാരണം അങ്ങേക്ക് മാത്രം രാജാവിന്റെ അടുത്തേക്ക് തനിയെ പോകാൻ സാധിക്കും. അത് ശരി തന്നെയാണ്. എന്നാൽ നാം എന്ത് ചെയ്യണം? രാജാവിന്റെ ശരീരത്തിൽ നിന്നും നമുക്ക് രക്തം കൊണ്ടുവന്ന് തരേണ്ടതാണ്. എന്ത് രക്തമോ? അതെ, രാജാവിന്റെ രക്തം കൊണ്ട് എന്ത് ചെയ്യും? ഇക്കാര്യം അങ്ങ് അറിയേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കണം. രാജാവിന്റെ രക്തമെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിരലിൽ നിന്നും ആ അശുഭമോതിരം ഊരിയെടുക്കേണ്ടതാണ്. രക്തമെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും അശുഭശക്തിയുടെ സാന്നിധ്യം അയാളുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ?